പ്രിയ ഭക്തരെ, ജീവിതത്തിലെ ചില മാറ്റങ്ങൾ വേദനകൾ സമ്മാനിച്ചേക്കാം. പക്ഷേ ചിലപ്പോഴൊക്കെ അത് അനിവാര്യമാണ്. ഒരുപാട് പ്രതികൂല ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. എന്നാൽ അവയെ നിങ്ങളുടെ മനസ്സിൽ വേര് പിടിപ്പിക്കാൻ അനുവദിക്കാതെ മറക്കാൻ ശീലിക്കുക. നിങ്ങളെക്കുറിച്ച് ചിലർ പരദൂഷണം പറയുന്നതും നിങ്ങളോട് മിണ്ടാതെ നടക്കുന്നതും പലപ്പോഴും നിങ്ങൾ തെറ്റ് ചെയ്തത് കൊണ്ടല്ല. നിങ്ങൾ സുഖമായി ജീവിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. പരസ്പരം കേൾക്കാനുള്ള സമയവും ക്ഷമയും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാവുന്നത്. ഭക്തരെ, തളർന്നു വീഴുമെന്ന് തോന്നിയാലും പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. പ്രതീക്ഷിക്കാത്ത നേരത്തായിരിക്കും ഒരത്ഭുതം നിങ്ങളെ തേടി വരുന്നത്. എല്ലാ കാലത്തും സങ്കടം അനുഭവിക്കാൻ മഹാദേവൻ ഒരിക്കലും അനുവദിക്കില്ല. ജീവിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തി സുഖസൗകര്യങ്ങൾ ഇല്ലാതെയും സന്തോഷമായി ജീവിക്കുന്നു. എങ്ങനെ ജീവിക്കണം എന്ന് അറിയാത്തവർ സുഖസൗകര്യങ്ങളിൽ പോലും അസന്തുഷ്ടനായി തുടരുന്നു. സന്തോഷം മനസ്സിൻ്റെ ഒരു വികാരമാണെന്ന് അറിയുക. ഒരാളുടെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്തെന്നാൽ നിറഞ്ഞു കവിഞ്ഞ സൗന്ദര്യമോ സമ്പാദ്യമോ അല്ല, മനസമാധാനം നിറഞ്ഞ ഒരു ജീവിതമാണ്. ഭക്തരെ, പുറത്തു നിന്നുള്ള ഒരു ശക്തിയാൽ ഒരു മുട്ട പൊട്ടുകയാണെങ്കിൽ അതിനുള്ളിലെ ജീവിതം അവസാനിക്കും. എന്നാൽ ഉള്ളിലുള്ള ശക്തിയാൽ മുട്ട പൊട്ടിയാൽ പുതിയൊരു ജീവിതം തുടങ്ങും. അതിനാൽ മഹത്തായ കാര്യങ്ങൾ എപ്പോഴും ഉള്ളിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും ഉത്തമം. വിജയത്തിലൂടെ അല്ല ശക്തി കൈവരുന്നത്, നിങ്ങളുടെ പ്രശ്നങ്ങളാണ് ശക്തി രൂപീകരിക്കുന്നത്. ഏത് വിഷമത്തിലും നിങ്ങൾ തളരില്ല എന്ന് തീരുമാനിച്ചാൽ അതാണ് നിങ്ങളുടെ ശക്തി. നേരായ പാതയിൽ കൂടി സഞ്ചരിച്ച് ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേരുക. എപ്പോഴും മഹാദേവന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാവട്ടെ. ഓം നമഃ ശിവായ.